ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാടിന് നല്ല ഹൃദയം. നമസ്കാരം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിത ജി നായരുടെ മൃതദേഹം പുലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ എത്തിച്ചു. പൊതുദർശനം ആരംഭിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 വീട്ടുവളപ്പിൽ നടക്കും. മൃതദേഹം അഹമ്മദാബാദിൽ നിന്നും ഡൽഹി വഴി ഇന്ന് പുലർച്ചെ 6:50 തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെത്തി. മൃതദേഹത്തോടൊപ്പം സഹോദരൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും ഉണ്ടായിരുന്നു. രഞ്ജിതയുടെ കുടുംബാംഗം അജയ്കുമാർ വല്ലഴുത്തിന്റെ നേതൃത്വത്തിൽ മൃതദേഹം വിമാനത്താവളത്തിൽ നിന്നും ഏറ്റുവാങ്ങി. തുടർന്ന് വിലാപയാത്രയായി രഞ്ജിത പഠിച്ച പുല്ലാട് വിവേകാനന്ദ ഹൈസ്കൂളിൽ എത്തിച്ചത്. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി VN വാസവൻ അന്തിമോപചാരം അർപ്പിക്കും. രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടിന്റെയും അമ്മ തുളസിയുടെയും രക്തസാമ്പിളുകൾ കഴിഞ്ഞ ദിവസം നാഷണൽ ഹെൽത്ത് മിഷൻ വീട്ടിൽ വന്ന് ശേഖരിച്ച് പരിശോധന നടത്തിയതിനു ശേഷമാണ് മൃതദേഹം ഇന്നലെ തിരിച്ചറിഞ്ഞത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ മൃതദേഹത്തിൽ നിന്നും രഞ്ജിത ധരിച്ച വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും പാദരക്ഷകളും ലഭിച്ചിരുന്നു. ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിലൂടെയാണ് സ്ഥിരീകരണമുണ്ടായത്. ഇത് ഹൈദരാബാദിലുള്ള ബന്ധുക്കളെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ എംബാം ചെയ്ത പ്രത്യേക പെട്ടിയിലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുന്നത്. പെട്ടി തുറക്കരുതെന്ന നിർദ്ദേശമാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് നൽകിയിരിക്കുന്നത്. പൊതുദർശന സമയത്ത് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് എല്ലാ സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ക്രമീകരിച്ചിട്ടുണ്ട്. രഞ്ജിതയുടെ ബഹുമാനാർത്ഥം പൊതുദർശനം തീരുന്നതുവരെ പുല്ലാട് ജംഗ്ഷനിലെ കടകൾ അടച്ച് ഹർത്താൽ ആചരിക്കാൻ വ്യാപാരികളും തീരുമാനിച്ചു.